കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. ലോസ് ഓഫ് മോഷൻ ചാപ്റ്ററിൽ കൊളിഷൻ എന്ന് പറഞ്ഞ ഒരു സെക്ഷനിലാണ് നമ്മൾ ഈ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ഇത് അറിയുന്നതിന് മുമ്പ് ഒരു കൊളിഷൻ, അതായത് കൊളിഷൻ 2 ടൈപ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. എലാസ്റ്റിക് കൊളിഷൻ ഉണ്ട്, ഇൻഇലാസ്റ്റിക് കൊളിഷൻ ഉണ്ട്. കൊളിഷനെ കുറിച്ചൊരു ബേസിക് നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെയാണ് ഒരു കൊളിഷൻ്റെ 2 കണ്ടീഷൻസ് പറഞ്ഞ ശേഷം നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് നോക്കാം. കൊളിഷൻ എന്ന് പറയുമ്പോൾ തന്നെ കൂട്ടിയിടിക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് 2 ബോഡീസ് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ബോഡിയെ ഞാൻ എന്താ ഡ്രോ എന്ന് വരയ്ക്കുകയാണ്. ഫസ്റ്റ് 2 ബോഡി ഉണ്ട്. ഇതിൻ്റെ മാസിനെ ഞാൻ M1, ഫസ്റ്റ് ബോഡിയുടെ മാസിനെ M1 എന്നും സെക്കൻഡ് ബോഡിയുടെ മാസിനെ M2 എന്നും വിളിക്കുകയാണെങ്കിൽ, അതുപോലെ ഈ ഒരു ബോഡി മൂവ് ചെയ്യുന്ന M1 എന്ന് പറയുന്ന ഫസ്റ്റ് ബോഡി മൂവ് ചെയ്യുന്ന വെലോസിറ്റിയെ ഞാൻ U1 എന്ന് വിളിക്കുകയാണ്. സെക്കൻഡ് ബോഡി ആയിട്ടുള്ള M2 മാസമുള്ള ബോഡി മൂവ് ചെയ്യുന്നതിനെ U2 എന്നും വിളിക്കുകയാണ്. U1 U2 എന്താണ്? വെലോസിറ്റിയാണ്, ഇനിഷ്യൽ വെലോസിറ്റിയാണ്. അതാണ് U1 U2 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവരിങ്ങനെ ഫ്രീലി മൂവ് ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ ഇങ്ങനോട് ഈ ഒരു ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. കുറച്ച് കഴിഞ്ഞ ശേഷം ഇവർ കൊളൈഡ് ചെയ്യുന്നു. കൊളൈഡ് ചെയ്ത ശേഷം പിന്നെ 2 ബോഡീസായിട്ട് മൂവ് ചെയ്യുകയാണ്. അതായത് അപ്പോഴും മാസ് മാറാൻ പോകുന്നില്ല, സെയിം മാസ് തന്നെ ആയിരിക്കും. ഓക്കെ, M1 ഉണ്ട്, M2 ഉണ്ട്. ബട്ട് ഇവർ മൂവ് ചെയ്യുന്ന വെലോസിറ്റി മാറുന്നതാണ്. അതായത് U1 U2 ആവണമെന്നില്ല. മൂവ് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് ബോഡി മൂവ് ചെയ്യുന്ന വെലോസിറ്റി V1 ഉം സെക്കൻഡ് ബോഡി മൂവ് ചെയ്യുന്ന വെലോസിറ്റി V2 ആണെന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, ലീനിയർ മൊമെൻറ്റം എന്ന് പറയും. ഇത് നമ്മൾ പലയിടത്തായിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നൊരു കൺസെപ്റ്റാണ്. ഇപ്പോൾ ഇങ്ങനത്തെ ഗ്രാവിറ്റേഷനിൽ പോലും ചില സമയത്തൊക്കെ നമ്മൾ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ കൺസർവേഷൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ലീനിയർ മൊമെൻറ്റം കൺസർവേഷൻ എന്താണെന്ന് കൂടെ ഞാൻ പറയാം. ആംഗുലർ മൊമെൻറ്റം എപ്പോഴും കൺസേർവ്ഡ് ആയിരിക്കും. അതായത് ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളിഷൻ എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളിഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളിഷന് മുമ്പുള്ള മൊമെൻറ്റവും അതേപോലെ കൊളിഷന് ശേഷമുള്ള മൊമെൻറ്റവും സെയിം ആയിരിക്കും. ഇത് ലോസ് ഉണ്ടാവുന്നില്ല. ഓക്കെ, ഒരിക്കലും ഒരു കൈൻഡ് ഓഫ് എനർജി ആയിട്ട് ഇത് ലോസായി പോകത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് മാത്തമാറ്റിക്കലി എഴുതുന്നത്? ഈ മൊമെൻറ്റത്തിൻ്റെ ഫോർമുല എന്താണ്? മൊമെൻറ്റം എന്ന് പറയുമ്പോൾ P എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, മൊമെൻറ്റത്തിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് MV ആണ്, അതായത് മാസ് ഇൻറ്റു വെലോസിറ്റി. ഇപ്പോൾ ഞാൻ V എന്ന് എഴുതിയതാണ്, U ആയാലും കുഴപ്പമില്ല. ഓക്കെ, അതാണ് വെലോസിറ്റി. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കൺസർവേഷൻ അപ്ലൈ ചെയ്യുക? കൺസർവേഷൻ എന്ന് പറയുമ്പം ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളിഷനാണ്. അങ്ങനെയാണ് നോക്കി. ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളിഷൻ മീൻസ് കൊളൈഡ് ചെയ്യുന്നതിന് മുമ്പുള്ള മൊമെൻറ്റം അല്ലേ? അതെങ്ങനെയാണ് പറയുന്നത്? ഫസ്റ്റ് ബോഡിയുടെ മൊമെൻറ്റം എന്താണ്? M1 U1, ഫസ്റ്റ് ബോഡിയുടെ മൊമെൻറ്റം. ഓക്കെ, മാസിൻ്റെ വെലോസിറ്റി. ഓക്കെ, കഴിഞ്ഞില്ല, കൊളൈഡ് ചെയ്യുമ്പോൾ 2 ബോഡീസ് വേണം. സെക്കൻഡ് ബോഡി ആയിട്ടുള്ള M2 U2. ഫൈൻ, ഇത് രണ്ടും കൂടെ ആയിരിക്കും ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളിഷൻ. അതെന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു എന്താണ്? ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളിഷനാണ്. സോ M1 V1 പ്ലസ് M2 V2. ഇതാണ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം പറയുന്നത്. ഇനി ഇത് ഞാൻ പറയാൻ കാര്യം, ഒരു കൊളിഷൻ എന്നുള്ള ടോപ്പിക്കിൽ നിന്നായിരിക്കും നമ്മൾ കോഎഫിഷ്യന്റ് റെസ്റ്റിറ്റ്യൂഷൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അത് ക്രാക്ക് ചെയ്യാൻ എളുപ്പമാകാൻ വേണ്ടിയാണ് ഞാൻ കൊളിഷനെ കുറിച്ച് പറഞ്ഞത്. 2 ടൈപ്പ് ഓഫ് കൊളിഷൻ ഉണ്ട്, എലാസ്റ്റിക് ഉണ്ട്, അനലാസ്റ്റിക് ഉണ്ട്. നമ്മളത് ലോസ് ഓഫ് മോഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ അതിലൂടെ ഞാൻ പോകുന്നില്ല. പിന്നെ പല കാറ്റഗറി ഓരോ സെക്ഷൻസ് ആയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് കോഎഫിഷ്യന്റ് റെസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ബോഡീസ് മൂവ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കൺസിഡർ ചെയ്യുക U1 എന്നാണ് വെലോസിറ്റി. ഓക്കെ, വെലോസിറ്റി 2 ഉണ്ടല്ലോ. അപ്പോൾ U1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ U2 എന്ന് കൺസിഡർ ചെയ്യുക. അതായത് ഫസ്റ്റ് ബോഡിയുടെ വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി സെക്കൻഡ് ബോഡിയുടെ ഇനിഷ്യൽ വെലോസിറ്റിയെക്കാട്ടിയും കൂടുതലാണ് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ ബിഫോർ എന്ന് എഴുതുകയാണ്. ഓക്കെ, ഇവിടെ ആഫ്റ്റർ എന്ന് എഴുതുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? ഈ വെലോസിറ്റി ആയിരിക്കുമോ അതോ V2 ആയിരിക്കും കൂടുതൽ വരുന്നത്? V1 ആയിരിക്കത്തില്ല, V2 ആയിരിക്കും. അങ്ങനെയാണത്. നമുക്കത് എക്സ്പെരിമെൻ്റലി പ്രൂവ്ഡ് ആണ്. സെക്കൻഡ് ബോഡിയുടെ, അതായത് ഇങ്ങനെ മൂവ് ചെയ്യില്ല. അതായത് ഇങ്ങനെ മൂവിങ് സമയത്ത് ഇതിനായിരിക്കും കൂടുതൽ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ V2 ഗ്രേറ്റർ ദാൻ V1 ആയിരിക്കും. ഇതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് കോഎഫിഷ്യന്റ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് നോക്കാം. നമ്മുടെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് റെസ്റ്റിറ്റ്യൂഷൻ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് E കൊണ്ടാണ്. സ്മോൾ ലെറ്റർ E കൊണ്ടാണ്. നമ്മൾ ഓയിലിയസ് നമ്പറൊക്കെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആയിട്ടുള്ള E കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ഫിസിക്സിൽ ഈ വേറെ എടുത്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെഫാൻസ് ലോ ഓഫ് റേഡിയേഷൻ പഠിക്കുന്ന സമയത്ത് അവിടെ കോഎഫിഷ്യന്റ് ഓഫ് എമിഷൻ ഉണ്ട്, എമിസിവിറ്റി എന്ന് പറയും. എമിസിവിറ്റി അത് വേറെയാണ്, ഇതുമായിട്ടൊന്നും കണക്ഷൻ ഇല്ല, കൺഫ്യൂഷൻ ആവല്ലേ, സോറി. ഓക്കെ, അപ്പോൾ E എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് ഈ കോഎഫിഷ്യന്റ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്? അതെന്ന് പറയുന്നത് ഒരു റേഷ്യോ ആണ്. എന്തിൻ്റെ റേഷ്യോ ആണ്? അതായത് സെപ്പറേഷൻ സ്പീഡ്. ഓക്കെ, സെപ്പറേഷൻ വെലോസിറ്റി എന്നൊക്കെ പറയാം. സെപ്പറേഷൻ സ്പീഡ് സിംപ്ലി പറയുകയാണ്, സെപ്പറേഷൻ സ്പീഡ് ഡിവൈഡ് ബൈ അപ്രോച്ചിങ് സ്പീഡാണ്. സെപ്പറേഷൻ സ്പീഡ് ഡിവൈഡ് ബൈ അപ്രോച്ചിങ് സ്പീഡാണ് കോഎഫിഷ്യന്റ് ഓഫ്
റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഫോർമുല ബേസിൽ എഴുതാൻ പറ്റും? ഇ എന്ന് പറയുന്നത് എന്താണ്? സെപ്പറേഷൻ സ്പീഡ്. സെപ്പറേഷൻ മീൻസ് നമ്മൾ കഴിഞ്ഞ ശേഷമല്ല, അതായത് കൊളിഷന് ശേഷം സെപ്പറേറ്റ് ആകുമ്പോൾ ഉണ്ടാകുന്ന സ്പീഡ് ഉണ്ടല്ലോ, അതാണ് സെപ്പറേഷൻ സ്പീഡ്. അത് എത്രയാണ് ഇവിടെ? V2 ഉം V1 ഉണ്ട്. അപ്പോൾ നമ്മൾ റിലേറ്റീവ് ആയിട്ടാണോ എഴുതാൻ? എന്താണ് റിലേറ്റീവ് എന്ന് പറയുന്നത്? രണ്ട് ബോഡീസിനെയും റെപ്രസെൻറ്റ് ചെയ്ത് കോമൺ ആയിട്ട് എഴുതാം. അപ്പോൾ എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇവിടുത്തെ നമ്മൾ ചേഞ്ച് എഴുതുമ്പോൾ എങ്ങനെ എഴുതുന്നത്? ഡെൽറ്റ സിമ്പിൾ വെച്ച് ചേഞ്ച് എഴുതുമ്പോൾ എങ്ങനെയാണ്? ഡിഫറൻസ് ആണ് എടുക്കുന്നത്. V2 - V1 ആണ്. അപ്പം സെപ്പറേഷൻ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? V2 - V1 ആണ്. അതാണ് സെപ്പറേഷൻ സ്പീഡ് എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ അപ്രോച്ചിങ് സ്പീഡ് എന്താണ്? അപ്രോച്ചിങ് സ്പീഡ് എന്ന് പറയുന്നത് U1 ഉം U2 ആയിരുന്നു. അപ്പോൾ അവരുടെ റിലേറ്റീവ് എടുക്കുമ്പോൾ എന്താണ്? U2 - U1. ഇതിൻ്റെ അബ്സലൂട്ട് വാല്യൂ ആയിരിക്കും എടുക്കേണ്ട. കാര്യം കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഒരു കാരണവശാലും നെഗറ്റീവ് ആവില്ല എന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. ഇനി കുറച്ച് കാര്യങ്ങൾ, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് 0യെക്കാട്ടിയും അല്ലെങ്കിൽ 0 ഇങ്ങനെയാണ് വരുന്നത്. നോക്കുക, ഇൻഇക്വാലിറ്റി നോക്കുക. 0 ഇ എന്ന് പറയുന്നത് 0യ്ക്കും 1നും ഇടയ്ക്കായിരിക്കും. വേണമെങ്കിൽ 0 ആവാം, വേണമെങ്കിൽ 1 ആവാം. ഓക്കെ, ഇതിന് ഇടയ്ക്കായിരിക്കും. ഒരിക്കലും ഇതിനെക്കാട്ടി ഒരു വലിയ വാല്യൂ നമ്മൾ വരില്ല. ഓക്കെ, ഈ ഇത് നമ്മൾ കാണാറില്ല. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എപ്പോഴാണ് 0 ആവുന്നത്, എപ്പോഴാണ് 1 ആവേണ്ടത്. നമുക്കറിയാം കൊളിഷൻ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഓഫ് കൊളിഷൻ ഉണ്ട്. എലാസ്റ്റിക്കും ഉണ്ട്, ഇൻഎലാസ്റ്റിക് കൊളിഷനും ഉണ്ട്. ഇപ്പോൾ എലാസ്റ്റിക് കൊളിഷൻ ആവുന്ന സമയത്ത് ഇയുടെ വാല്യൂ 1 ആയിരിക്കും എന്ന് നോക്കി വെക്കുക. ഈ 1 ആവുന്ന സമയത്ത് എന്തായിരിക്കും? എലാസ്റ്റിക് ആയിരിക്കും കൊളിഷൻ. ഈ 1 ആവുന്ന സമയത്ത് എന്ത് കൊളിഷൻ ആയിരിക്കും? എലാസ്റ്റിക് കൊളിഷൻ ആയിരിക്കും എന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, അതേസമയം അടുത്ത കേസ് ഈ 0 ആവുന്ന സമയം, ഈ 0 ആവുന്ന സമയത്ത് എന്തായിരിക്കും? ഇൻഎലാസ്റ്റിക് കൊളിഷൻ ആയിരിക്കും. ഓപ്പോസിറ്റ് കേസല്ലേ. അപ്പോൾ ഇൻഎലാസ്റ്റിക് കൊളിഷൻ എന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് രണ്ട് കേസസ് എന്ന് പറയുന്നത്. ഇനി വേറെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഇതിൻ്റെ ഒരു അബ്സലൂട്ട് വാല്യൂ എടുക്കാൻ നോക്കുക, നെഗറ്റീവ് ആവത്തില്ല എന്ന് ശ്രദ്ധിക്കുക. ഒരു ചെറിയ കാര്യം കൂടെ, ഇലാസ്റ്റിക് കൊളിഷൻ ആവുന്ന സമയത്ത് ഇയുടെ വാല്യൂ 1 ആവുമെന്ന് പറഞ്ഞു. അതുപോലെ ഇതിൻ്റെ വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. സിമ്പിളാണ്. ഈ 1 ആവണമെങ്കിൽ എങ്ങനെയാണ്? അതായത് ഈ 1 ആവണമെങ്കിൽ എന്ത് 1 ആവണം? അതായത് സെപ്പറേഷൻ സ്പീഡും അപ്രോച്ചിങ് സ്പീഡും സെയിം ആണെങ്കിൽ ഈ 1 ആവത്തില്ലേ? അതായത് രണ്ടും സെയിം ആവാം. നമ്മുടെ ക്വാണ്ടിറ്റി നമ്മളറിയാം. ഇപ്പോൾ 2/2 ആണെങ്കിൽ രണ്ടും 1 ആണെങ്കിൽ, രണ്ടും സെയിം വാല്യൂ ആണെങ്കിൽ നമുക്കറിയാം ഡിവൈഡ് ചെയ്യുമ്പോൾ 1 വരുന്നതെന്ന് അറിയാം. അപ്പോൾ സെപ്പറേഷൻ സ്പീഡും അപ്രോച്ചിങ് സ്പീഡും സെയിം ആണെങ്കിൽ ഇയുടെ വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ നമ്മൾ പല രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്, അതെല്ലാം ഓർത്തിരിക്കുക. ഇനി എപ്പോഴാണ് ഈ 0 ആവുന്നത്? സെപ്പറേഷൻ സ്പീഡ്, അതായത് വി സെപ്പറേഷൻ 0 ആവുന്ന സമയത്താണ് എന്ത് വരുന്നത്? നമ്മുടെ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ 0 വരുന്നത്. നോക്കുക, വി സെപ്പറേഷൻ സ്പീഡ് എന്ന് പറയുന്നത് 0 ആയി കഴിഞ്ഞാൽ എന്തറിയാം? ഈ ഒരു ക്വാണ്ടിറ്റി മൊത്തം 0 ആയിപ്പോകും. അതേസമയം അപ്രോച്ചിങ് സ്പീഡ് 0 ആയാലും അത് നോട്ട് ഡിവൈഡ് ആയിപ്പോകും, അതായത് ഇൻഫിനിറ്റി ആയി പോകുന്നു വേണമെങ്കിൽ പറയാം. 1/0 ഇൻഫിനിറ്റി ആവും അപ്രോച്ചിങ് സ്പീഡ് ആയി കഴിഞ്ഞാൽ. ഓക്കെ, സെപ്പറേഷൻ സ്പീഡ് 0 ആകുമ്പം ഈ 0 ആവും. നോർമൽ മാത്തമാറ്റിക്സ് ആണ്. അപ്പം ഇതിൽ അധികമായിട്ട് ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഇ ഫോർ എ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ എന്താണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. ഇലാസ്റ്റിക് കൊളിഷനാണ് സമയത്ത് അപ്രോച്ചിങ്ങും സെപ്പറേഷനുമായിട്ടുള്ള സ്പീഡുകൾ, വെലോസിറ്റീസ് രണ്ടും ഈക്വലാവും. ആ സമയത്ത് റേഷ്യോ എന്ന് പറയുന്നത് 1 ആയിരിക്കും. സെയിം ആകുമ്പം ഉള്ള റേഷ്യോ 1 ആയിരിക്കുമല്ലോ. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ 1 ആണ് വരുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 ഈക്വൽ മാസസ് M1 and M2, okay, moving along the same straight line with velocities +3 and -5 meter per second respectively collide elastically, so their velocities after collision. Okay, അപ്പം ഇവിടെ എന്ന് പറയുമ്പം ഇവിടെ ഒരു ടേം നമ്മൾ നോക്കുക, കൊളൈഡ് എലാസ്റ്റിക്കലി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇൻഡയറക്റ്റ്ലി അവർ പറയാണ് ഇത് എലാസ്റ്റിക് കൊളിഷനാണ് പറയുന്നുണ്ട്. അപ്പോൾ ഇൻഡയറക്റ്റ്ലി അവർ പറയാണ് ഇയുടെ വാല്യൂ എന്താണ്? 1 ആണ് എന്ന് ഇൻഡയറക്റ്റ്ലി അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എലാസ്റ്റിക് കൊളിഷനിൽ ഈ 1 ആണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ടാണ് ഈയുടെ ഇവിടെ ഈ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ്റെ റോൾ ഇവിടെ വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. നോക്കുക, രണ്ട് ബോഡീസ് ഇങ്ങനെ നമ്മൾ ഈ മൂവിങ് എന്ന് പറയുമ്പോൾ നമ്മൾ മിക്കവാറും ലീനിയർ മൊമെൻറ്റത്തിൻ്റെ കൺസർവേഷനിലായിരിക്കും നേരെ ജമ്പ് ചെയ്യുക. അതെ, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടെ അങ്ങനെ തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു ബ്രേക്ക് ത്രൂ വരുന്നതായിരിക്കും. നമുക്ക് നോക്കാം. രണ്ട് ഈക്വൽ മാസസ് ഉള്ള ബോഡീസ് ഉണ്ട്. ഓക്കെ, M1 ഉം M2 മൂവിങ് അലോങ് ദ സെയിം സ്ട്രേറ്റ് ലൈൻ അല്ലേ. ഓക്കെ, അപ്പം M1 ഉണ്ട്. ഓക്കെ, ഇതിങ്ങനെ മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇത് കൊളൈഡ് ചെയ്യണമെങ്കിൽ എന്തായാലും ഇത് ഓപ്പോസിറ്റായിട്ട് മൂവ് ചെയ്താലേ പറ്റൂ. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ കൊളൈഡ് ചെയ്യത്തുള്ളൂ. നമ്മളത് ആലോചിക്കുക. സ്ട്രേറ്റ് ലൈൻ ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ കൊളൈഡ് ആവത്തില്ലല്ലോ. സോ ഇങ്ങനെ M1 അങ്ങോട്ടും, അതായത് വെലോസിറ്റി അങ്ങോട്ടും പിന്നെ M2 ഇങ്ങോട്ടുമാണെന്ന് വിചാരിക്കുക. അപ്പോൾ അറിയാം, അവിടുത്തെ വെലോസിറ്റി +3 ഉം -5 എന്നറിയാം. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി +3 ആണ്.
അതിൻ്റെ വെലോസിറ്റി -5 ആണെല്ലാം തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇനീഷ്യലി ഉള്ള അവരുടെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം കൊളൈഡ് ഇലാസ്റ്റിക്കലി ബൂം ഒരു കൊളൈഡ് ആയതിനു ശേഷം അതിന് ശേഷമുള്ള വെലോസിറ്റീസാണ് അറിയേണ്ടത്. അപ്പോൾ നമുക്കറിയാം കൊളീഷന് ശേഷം ഒരിക്കലും വെലോസിറ്റി മാസ് മാറാൻ പോകുന്നില്ല. അപ്പോൾ മാസ് എന്തായാലും m1 എന്നാണ്. ഓക്കെ, വെലോസിറ്റി ഞാൻ v1 എന്ന് വിളിക്കുകയാണ്. സെക്കൻഡ് ബോഡിയെ m2 എന്ന് വിളിച്ച് കഴിഞ്ഞാൽ വെലോസിറ്റിയെ v2 എന്ന് വിളിക്കുകയാണ്. നോക്കുക, നമുക്കിനി ഇവിടെ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റ് അപ്ലൈ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു m1 u1 + m2 u2 വിൽ ബി ഈക്വൽ ടു m1 v1 + m2 v2. അപ്ലൈ ചെയ്തേ. ഇവിടെ m1 രണ്ട് ബോഡിയുടെ മാസുകൾ സെയിം ആണ് പറഞ്ഞത്. അപ്പോൾ m1 വിൽ ബി ഈക്വൽ ടു m2 ആയിരിക്കുമെന്ന് അറിയാം. 2 ഈക്വൽ മാസ് എന്നാണല്ലോ. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്പോൾ 3m, ഞാൻ m എന്ന് വിളിക്കുകയാണേ, 3m. ഓക്കെ, m1 v1. ഇത് ശ്രദ്ധിക്കുക, ഇത് മൂവ് ചെയ്യുന്ന ഇങ്ങോട്ടാണല്ലോ. ഓക്കെ, അപ്പം നമുക്ക് നെഗറ്റീവ് ഡിറക്ഷൻ ഇല്ലേ, അപ്പോൾ അങ്ങനെ തന്നെ m1 v1 പ്ലസ് ആണ്. അപ്പം പ്ലസ് ഒരു ഇവിടെ മൈനസ് ഉണ്ട്, അപ്പം 5m. ഓക്കെ, -5m നെഗറ്റീവ് ഡയറക്ഷനിലാണ് വരുന്നത്. m1 v1 + m2 u2 വിൽ ബി ഈക്വൽ ടു mv1 + mv2. ഓക്കെ, സെറ്റാണ്. അപ്പം ഇവിടെ ഇപ്പം -2m എന്ന് വരുമല്ലോ, അതല്ലേ, -2m എന്ന് വരും. ബി ഈക്വൽ ടു m ഇൻറ്റു കോമൺ എടുത്തു കഴിഞ്ഞാൽ v1 + v2 എന്ന് വരാം. മാത്തമാറ്റിക്സ് ആണ് നമ്മുടെ നോർമലി. രണ്ടും m സെയിം ആണല്ലോ. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു ഡിവിഷൻ പ്രോസസ് ചെയ്യുമ്പോൾ കട്ടായി പോവും. ഇവിടുന്ന് നമ്മൾ v1 + v2 എന്ന് പറയുന്നത് -2 ആണെന്ന് മനസ്സിലായി. സോ ദിസ് വിൽ ബി ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനിയാണ് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ്റെ റോൾ വരുന്നത്. ഇവിടെ ഓൾറെഡി അവർ E1 ആണ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഈയുടെ ഫോമുല എന്താണ്. ഈയുടെ ഫോമുല എന്ന് പറയുന്നത് v2 - v1, അതായത് സെപ്പറേഷൻ സ്പീഡ് ഡിവൈഡ് ബൈ അപ്രോച്ചിങ് സ്പീഡ്, അതായത് v2 - v1 ഡിവൈഡ് ബൈ u2 - u1 ആണെന്ന് അറിയാം. ഈയുടെ വാല്യൂ 1 ആണെന്ന് അറിയാം. സോ 1 വിൽ ബി ഈക്വൽ ടു v2 - v1. നമുക്ക് അറിയത്തില്ല v2 ഉം v1 എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ, പക്ഷേ u2 ഉം u1 അറിയാമല്ലോ. u2 ഉം u1 എന്തൊക്കെയാണ്? u2 എന്ന് പറയുന്നത് -5 ആണെന്നറിയാം. സോ -5 ഇവിടെ എഴുതാണ്, -5 u2 - u1 ആണ്. അപ്പം -3 വരും. അപ്പോൾ -8 വരും. ഓക്കെ, -8 കറക്റ്റാണ്. ക്രോസ് ചെയ്ത് ഇവിടെ 1 അല്ലേ വന്നേക്കുന്നത്. സോ v2 - v1 എന്ന് പറയുന്നത് -8 ആണ്. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. രണ്ട് ഇക്വേഷൻസ് കിട്ടി, സോൾവ് ചെയ്താൽ മാത്രം മതി നമ്മുടെ ആൻസർ ആവും. മനസ്സിലായി? ഇങ്ങനെയാണ് ഇവിടെ ഈ ഒരു ക്വസ്റ്റിൻ്റെ റോൾ വരുന്നത്. ഇനി നമുക്ക് ഇത് രണ്ട് ഇക്വേഷൻസിനെ സോൾവ് ചെയ്യാൻ നമുക്ക് പല മെത്തേഡ്സ് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കാം. ഞാൻ ഇവിടെ എലിമിനേഷൻ മെത്തേഡ് അങ്ങ് ഫോളോ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ v1 + v2 = -2 ആണ്. അതേപോലെ -v1 + v2 എന്ന് പറയുന്നത് -8 ആണ്. രണ്ടും കൂടെ അങ്ങ് ആഡ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇത് രണ്ടും കട്ടായി പോകുന്ന നമുക്കറിയാം. അപ്പോൾ 2v2 വിൽ ബി ഈക്വൽ ടു -10 എന്നാണ്. -8 + -10 തരും. ഇവിടെ നിന്ന് v2 വിൽ ബി ഈക്വൽ ടു -5 എന്ന് നമുക്ക് കിട്ടും. നമുക്ക് v2 മാത്രം പോരാ, നമുക്ക് v1 വേണം. ഓക്കെ, അപ്പോൾ v1 കിട്ടാൻ എന്ത് ചെയ്യുക, ജസ്റ്റ് സിംപ്ലി ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എവിടെയെങ്കിലും ഇവിടെ ഓപ്ഷൻ ഓൾറെഡി -5 ഉണ്ട്. ഓക്കെ, -5 ഉണ്ട്. അപ്പോൾ ആൻസർ എന്തായാലും ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഉറപ്പിക്കാം. ഇനി നമുക്ക് വരുന്നത് v1 ആണ്. v1 എന്ത് ചെയ്യുക, v1 എന്ന് പറയുന്നത് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ എന്താണ് ഈ ഇക്വേഷൻ തന്നെ കൊടുക്കുകയാണ്. v1 v2 പകരം -5 പ്ലസ് ഉണ്ട്, പ്ലസിന് വരെ -8 ആണ്, ഈക്വൽ ടു -2. അവിടെ നിന്ന് v1 വിൽ ബി ഈക്വൽ ടു -2 + 5. -2 + 5 എന്ന് പറഞ്ഞാൽ +3 ആണ്. അപ്പോൾ +3 എന്ന ആൻസർ കിട്ടും. മീറ്റർ/സെക്കൻഡ് കേട്ടോ, യൂണിറ്റ് എഴുതാൻ മറക്കല്ലേ, മീറ്റർ/സെക്കൻഡ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഡി കിട്ടും, -5 + 3. അതുകൊണ്ട് വളരെ സിമ്പിളാണ്, പ്രത്യേകിച്ച് കോംപ്ലക്സ് ആയിട്ട് കൺസെപ്റ്റുകളൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നോക്കുക. എ ബോൾ മൂവിംഗ് വിത്ത് എ വെലോസിറ്റി 2 m/s ഈസ് collides head on with another stationary ball of double the mass. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാം. അപ്പോൾ നോക്കുക, ഫസ്റ്റ് ബോളിൻ്റെ മാസിനെ ഞാൻ m എന്നങ്ങ് വിളിക്കുകയാണ്. കൺസിഡർ ചെയ്ത m. അങ്ങനെയാണെങ്കിൽ m മാസുള്ള ബോഡിയുണ്ട്. അതിൻ്റെ വെലോസിറ്റി നമുക്കറിയാം, ഇനിഷ്യൽ വെലോസിറ്റി 2 ആണെന്നറിയാം. അപ്പോൾ ഞാൻ മേളിൽ 2 എന്നങ്ങ് എഴുതാണ്. 2 ഇനിഷ്യലി മൂവ് ചെയ്യുകയാണ്. ഓക്കെ, സെക്കൻഡ് അനദർ സ്റ്റേഷനറി ബോൾ. ഓക്കെ, അടുത്ത ബോൾ സ്റ്റേഷനറി ആണ്, അതായത് അത് റെസ്റ്റിലാണെന്നാണ് പറയുന്നത്. അതിന് വെലോസിറ്റി ഇല്ല, സ്റ്റേഷനറി ബോളല്ലേ, ഒരിടത്ത് അങ്ങ് ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മാസിൻ്റെ പ്രശ്നമുണ്ട്, ഡബിൾ ദ മാസാണ്. അപ്പോൾ അതിൻ്റെ മാസ് എന്ന് പറയുന്നത് 2m ആയിരിക്കും. ഓക്കെ, സ്റ്റേഷനറി ആണല്ലോ, വെലോസിറ്റി ഒന്നും ഇല്ല. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി ആണെങ്കിൽ മേളിൽ എഴുതുന്നത് 0 എന്നങ്ങ് എഴുതുക. ഓക്കെ, ഇനി കോഎഫിഷ്യൻ്റ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് 0.5 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വെലോസിറ്റീസ് ഇൻ m/s ആഫ്റ്റർ കൊളിഷൻ. ഇവർ തമ്മിൽ കൊളൈഡായതിനു ശേഷം ഉണ്ടാകുന്ന വെലോസിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കോഎഫിഷ്യൻ്റ് റെസ്റ്റിറ്റ്യൂഷൻ ഇ എന്ന് പറയുന്നത് 0.5. 0.5 നമുക്ക് 1/2 എന്ന് എഴുതാമല്ലോ.
1/2 ആണ് നമുക്ക് അറിയാം. അതവിടെ നീക്കട്ടെ. നമുക്ക് ഇവിടെ എന്താണ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റ് ഉപയോഗിക്കണം. എന്തുകൊണ്ടാണ്? ഞാൻ ആദ്യമേ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരൊറ്റ ഇക്വേഷൻ എനിക്ക് കിട്ടത്തുള്ളൂ. ഒരു സിമ്പിൾ ഇക്വേഷൻ വെച്ച് എനിക്ക് ഒരിക്കലും ഒരു 2 വേരിയബിളുള്ള ഇക്വേഷൻ ഒരു വേരിയബിൾസ് സോൾവ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ ഇവിടെ എന്താണ്, ഇവിടെ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം അപ്ലൈ ചെയ്യുക. M1 V1 എന്തായിരിക്കും? ഫസ്റ്റ് മൊമെൻറ്റം ഇനിഷ്യൽ മൊമെൻറ്റം എന്താണ്? 2m. M1 ആണല്ലോ, 2m പ്ലസ് M2 U2. ഇപ്പോൾ 2m × 0 0 ആയിരിക്കും വരുന്നത്. വെലോസിറ്റിയാണ് ഞാൻ ഈ മേളിൽ എഴുതിയിരിക്കുന്നത് മൊത്തം. അപ്പോൾ 2 കറക്റ്റാണ്. ഇവിടെ 2 ഇത് 0 ആയിട്ട് വരുമല്ലോ. അപ്പോൾ M1 U1 പ്ലസ് M2 U2 വിൽ ബി ഈക്വൽ ടു, അപ്പോൾ എന്തായാലും ഇത് ഇവരുടെ മാസം എന്തായാലും മാറാൻ പോകുന്നില്ല. ഇതിൻ്റെ വെലോസിറ്റി ഞാൻ V1 എന്നും പിന്നെ ഒരു 2m ബോഡിയുടെ വെലോസിറ്റി ഞാൻ V2 എന്നൊന്ന് വിളിച്ചോ. അപ്പോൾ അങ്ങനെ ആകുമ്പം ആഫ്റ്റർ കൊളിഷൻ എന്തായിരിക്കും? MV1 പ്ലസ് 2m V2. ഓക്കെ, ഇവിടെ നിന്ന് എന്ത് ചെയ്യാണ്? 2m വിൽ ബി ഈക്വൽ ടു ഒരു m, ഇവിടെ നിന്ന് ഒരു m കോമൺ എടുത്തു കഴിഞ്ഞാൽ V1 പ്ലസ് 2V2 എന്ന് കിട്ടുമല്ലോ. അപ്പോൾ m ക്യാൻസലായി. അവിടെ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, 2 വിൽ ബി ഈക്വൽ ടു V1 പ്ലസ് 2V2. ഓക്കെ, ഇതിൽ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. അത് കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ്റെ കേസ് നോക്കാം. അതായത് സെക്കൻഡ് ഇക്വേഷൻ ഫോം ചെയ്ത് എങ്ങനെ നോക്കാം. നമുക്കറിയാം കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ 0.5 ആണ്. സോ അത് 1/2 എന്ന് എഴുതുന്നതിൽ കുഴപ്പമില്ല. 1/2 എന്ന് പറയുന്നത് സെപ്പറേഷൻ സ്പീഡ് ഡിവൈഡ് ബൈ അപ്രോച്ച് ആണല്ലോ. അപ്പോൾ സെപ്പറേഷൻ എന്ന് പറയുമ്പം രണ്ടും കൂടെ സെപ്പറേറ്റ് ആവുന്ന കേസ് വേണ്ട കാണിച്ചില്ല. സെപ്പറേറ്റ് എന്ന് പറയുമ്പോൾ രണ്ടും കൂടെ സെപ്പറേറ്റ് ആവുന്ന കേസാണ്. ഇവിടെ V1 ഉം V2 ആണ് വെലോസിറ്റി. അപ്രോച്ച് ചെയ്യുന്ന കേസ് എന്ന് പറയുന്നത് 2ഉം 0 ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്ന സമയത്ത് സെപ്പറേഷൻ സ്പീഡ് എന്ന് പറയുന്നത് V2 മൈനസ് V1 ആയിരിക്കും. ഓക്കെ, അപ്രോച്ചിങ് സ്പീഡ് എന്ന് പറയുന്നത് അവിടെ ഒരെണ്ണം സ്റ്റേഷനറി ആണല്ലോ, അപ്പോൾ അവിടെ 2 മാത്രമേ ഉള്ളൂ. സോ അവിടെ നിന്ന് V2 മൈനസ് V1 ഈക്വൽ ടു 2/2 എന്തായാലും 1 ആവും. സോ ഇതാണ് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2ഉം കിട്ടി, ഇത് വേറെയാണ്. ഇക്വേഷൻ നമ്പർ 2ഉം കിട്ടി, ഇക്വേഷൻ നമ്പർ 1ഉം കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ജസ്റ്റ് സിമ്പിളി സോൾവ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് 2 ഇക്വേഷൻ കൂടെ സോൾവ് ചെയ്യാം. 2 ഇക്വേഷൻസ് കൂടെ ഞാനിത് എന്നോട് സിമ്പിളി ഇങ്ങനെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോൾ V1 ക്യാൻസൽ ആയിപ്പോൾ പിന്നെ ഉള്ളത് 3V2 എന്ന് പറയുന്നത് 3 ആയിട്ട് വരും. ഓക്കെ, അവിടുന്ന് V2 ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പം ക്വസ്റ്റ്യനിൽ 1 ഉണ്ട്. ഓക്കെ, ഉണ്ടല്ലോ, ഫൈൻ. അപ്പോൾ V2 ആണ് 1 എന്ന് കിട്ടുന്നത്. അതായത് സെക്കൻഡ്. അപ്പം നമുക്ക് എന്തായാലും ആൻസർ കട്ട് ചെയ്യാൻ പറ്റുന്നത് ഓപ്ഷൻ സിയും ഡിയും കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, അപ്പം V2 1 എന്ന് കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് എന്താണ് V1 എന്ന് അറിയണം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 മൈനസ് V1 വിൽ ബി ഈക്വൽ ടു 1. അവിടെ നിന്ന് എന്തായാലും V1 എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അതായത് 0,1 എന്നൊരു ഓപ്ഷൻ. ഓക്കെ, ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ 1,0 എന്നൊരു ഓപ്ഷൻ ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ കൺസിഡർ ചെയ്തതിൻ്റെ കാര്യം നമ്മൾ V1 V2 റെസ്പെക്റ്റീവ്ലി ഓർഡറിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് V1ൻ്റെ 0യും സെക്കൻഡ് V2ൻ്റെ 1. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും മൈൻഡ് അപ്പ് ചെയ്യാവുന്ന. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് അധികം അങ്ങനെ ചോദ്യങ്ങൾ വരാറില്ല, പക്ഷേ ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുണ്ട്. റെയർലി ആണ് ചോദിക്കുന്നത്. സോ ഇത് മിസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ നീറ്റിൻ്റെയാണ് ഇപ്പോൾ ഈ വേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ടോപ്പിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ കമൻറ്റ് ചെയ്യുക, കൺസിഡർ ചെയ്യുന്നതായിരിക്കും. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.